1980-കളിൽ സിഖ് തീവ്രവാദം അഴിഞ്ഞാടുകയായിരുന്നു. പഞ്ചാബിൽ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തും അതിക്രമങ്ങളുണ്ടായി. 1980 ഏപ്രിലിൽ നിരങ്കാരി നേതാവ് ബാബ ഗുർചരൺ സിംഗ് ദില്ലിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഭിന്ദ്രൻവാലയാണ് അതിന് പിന്നിലെന്ന് പരക്കെ പറയപ്പെടുകയുണ്ടായി. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. അടുത്ത വർഷം ലാല ജഗത് നാരായണൻ എന്ന പത്രാധിപർ കൊല്ലപ്പെട്ടു. സിഖ് തീവ്രവാദത്തിനെതിരെ അഭിപ്രായ രൂപീകരണത്തിന് ശ്രമിച്ചയാളായിരുന്നു ലാല. ഇത്തവണ ഭിന്ദ്രൻവാലയെ പിടികൂടാൻ ഉത്തരവിറങ്ങി. പക്ഷേ സ്വന്തം മതപാഠശാലയിൽ കയറി അറസ്റ്റ് ചെയ്യുക എളുപ്പമായിരുന്നില്ല. അതൊരു സേനാ താവളമാണ്. ഒടുവിൽ ഭിന്ദ്രൻവാല തന്നെ അറസ്റ്റിന് ഉപാധി വെച്ചു. താൻ പറയുന്ന സമയത്ത് താടി വടിച്ച സിഖ് ഉദ്യോഗസ്ഥൻ വന്നാൽ അറസ്റ്റിന് വഴങ്ങാമെന്ന്. അങ്ങനെയൊക്കെ പോലീസ് ചെയ്തു കൊടുത്തു. എന്നിട്ടും ഏറ്റുമുട്ടലുണ്ടായി. അനുയായികൾ അക്രമാസക്തരായി. 12 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. തെളിവില്ല എന്ന് കണ്ട് 3 ആഴ്ചക്കകം ഭിന്ദ്രൻവാലയെ കോടതി വെറുതെ വിട്ടു. അതോടെ അയാൾക്കൊരു വീരപരിവേഷമുണ്ടായി. 1983 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ അകാലിദളിൻ്റെ MLA-മാരെല്ലാവരും നിയമസഭയിൽ നിന്ന് രാജിവെച്ചു. ആ വർഷം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ AS അഡ്വാൾ സുവർണക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെടിയേറ്റ് മരിച്ചു. വെടിവെച്ച് കൊന്നയാൾ ഒരു ഭാവഭേദവുമില്ലാതെ ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. അതോടെ പഞ്ചാബ് പോലീസ് പൂർണ്ണമായും നിർവീര്യമായി. തുടർന്ന് പഞ്ചാബിലുടനീളം ബാങ്ക് കൊള്ളകളുടെ പരമ്പര തന്നെ അരങ്ങേറി. ഹിന്ദുക്കൾ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പലായനം തുടങ്ങി. പിടിച്ചു നിന്നവർ സ്വയരക്ഷയ്ക്കായി ഹിന്ദു സംഘങ്ങൾ രൂപീകരിച്ചു. പഞ്ചാബിൻ്റെ സാമൂഹിക ഘടന തകർന്നു. സിഖുകാർ വേറിട്ടൊരു ജനതയാണ് എന്ന് ഭിന്ദ്രൻവാല പറഞ്ഞു തുടങ്ങി. 1983 ഒക്ടോബർ 5 ഒരു ബസ് തടഞ്ഞു നിർത്തിയ സിഖ് തീവ്രവാദികൾ ഹിന്ദുക്കളായ യാത്രക്കാരെ പുറത്തിറക്കി വെടിവെച്ചു കൊന്നു. അതിനു പിറ്റേ ദിവസം പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. കഥകൾ അങ്ങനെ രൂക്ഷമാവുകയാണ്.